കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുന്നു. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം. എന്നാൽ അവിടെ മന്ത്രിയുടെ പിടലിക്ക് പറ്റിയ ഒരു ഉളുക്കിനെ വധശ്രമമാക്കി മാറ്റി 5 വിദ്യാർത്ഥികളെ പിടിച്ച് ജയിലിലിടുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. മന്ത്രിക്ക് പരിക്കേറ്റു എന്ന് കേട്ടപ്പോൾ എല്ലാവരും കരുതി വലിയ ആക്രമണം നടന്നുവെന്ന്. എന്നാൽ ദൃക്സാക്ഷികളായ സാധാരണക്കാർ പറയുന്നത് മന്ത്രിയെ ആരും തൊട്ടിട്ട് പോലുമില്ല എന്നാണ്. ഈ കഥയിലെ തമാശകൾ തുടങ്ങുന്നത് അവിടെയാണ്. ഗുരുതരമായ കഴുത്തുവേദനയുമായി മന്ത്രി ആദ്യം ജില്ലാ ആശുപത്രിയിൽ പോകുന്നു. അവിടെ MRI മെഷീൻ ഇല്ലാത്തതിനാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെ എത്തിയപ്പോഴേക്കും 11 ഡോക്ടർമാരുടെ ഒരു വൻ സംഘം തന്നെ മന്ത്രിയെ ചികിത്സിക്കാൻ എത്തുന്നു. ന്യൂറോളജിസ്റ്റ് മുതൽ ENT വിദഗ്ധൻ വരെ ആ സംഘത്തിലുണ്ട്. ഗുരുതരമാണ്, ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല എന്ന് മെഡിക്കൽ ബോർഡ് ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ന് പുലർച്ചെ 4 മണിക്ക് ആരും കാണാതെ മന്ത്രി ഡിസ്ചാർജ് വാങ്ങി തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. ഇവിടെയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഉന്നയിച്ച ആ ചോദ്യം പ്രസക്തമാകുന്നത്. മിന്നാരം സിനിമയിൽ ശോഭനയ്ക്ക് വന്നതിനേക്കാൾ വലിയ രോഗമാണെന്ന് വരുത്തി തീർത്ത ഈ മന്ത്രി എയർ ആംബുലൻസ് പോലും ഇല്ലാതെ സ്വന്തം കാറിൽ 400 കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്തത് എങ്ങനെയാണ്? അതും ഈ ഗുരുതരമായ പിടലി ഉളുക്കും വെച്ചുകൊണ്ട്. സർക്കാർ ആശുപത്രിയിൽ പോയ സ്വന്തം ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? വെറുതെ അല്ല പൈസയുള്ളവർ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്നത് എന്ന് രാഹുൽ പരിഹസിക്കുമ്പോൾ അതിൽ പാവപ്പെട്ട രോഗികളുടെ വേദനയുമുണ്ട്. നാടകങ്ങൾ ആശുപത്രിയിൽ ഒതുങ്ങുന്നില്ല. പ്രതിഷേധിച്ച ബിദുൽ ബാലൻ എന്ന KSU നേതാവ് ഇപ്പോൾ ജയിലിലാണ്. എന്നാൽ ആ പിള്ളേരോടുള്ള പക തീർക്കാൻ ഇന്ന് പുലർച്ചെ 3 മണിക്ക് ബിദുലിന്റെ വടകരയിലെ വീട്ടിലേക്ക് ബോംബെറിയുന്ന ഭീകരമായ കാഴ്ചയാണ് ഇന്ന് വാർത്തകളിൽ കണ്ടത്. ബിദുലിന്റെ അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവരെ വധിക്കണമെന്ന ലക്ഷ്യത്തോടെ ജനൽ ചില്ലുകൾ തകർത്ത് ബോംബെറിഞ്ഞത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കരിങ്കൊടി കാണിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുന്ന പോലീസ് വീട്ടിൽ ബോംബെറിഞ്ഞ CPM ഗുണ്ടകളെ എപ്പോൾ പിടികൂടുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. മറുഭാഗത്ത് മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സ്പീക്കർ ഷംസീർ പോലും ഈ നാടകത്തിന് കൂട്ടുനിൽക്കുന്നു എന്നത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. മന്ത്രിയെ ആരും തൊട്ടിട്ടില്ലെന്ന് തെളിയിക്കാൻ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് ഇപ്പോൾ റെയിൽവേ അധികൃതർക്ക് കത്തെഴുതിയിട്ടുണ്ട്. ആക്രമണം നടന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് കോൺഗ്രസും വെല്ലുവിളിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മന്ത്രിയുടെ പിടലി ഉളുക്കിനെ വധശ്രമമാക്കി മാറ്റി നാട്ടിൽ കലാപമുണ്ടാക്കാൻ നോക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. വന്ദേ ഭാരതിൽ കയറാൻ വന്ന മന്ത്രി നാടകം കളിച്ച് തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ജയിലിൽ കിടക്കുന്ന നിരപരാധികളായ ആ പിള്ളേർക്ക് ആരാണ് നീതി നൽകുക? എന്തായാലും ഇനി വരുന്ന നാടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.